പറഞ്ഞു തന്നു. ഇത് തന്നെയാണ് നമ്മൾ ഓരോ മക്കളും കരുതേണ്ടത്. ആ അമ്മയുടെ വിഷമം ഒരമ്മ തന്നെയാണ്. അത് ആ വേദന അമ്മയ്ക്ക് തന്നെ അറിയുള്ളൂ. ആ വേദന അമ്മയ്ക്ക് എന്തൊക്കെ സുഖ സൗകര്യം ചെയ്തു കൊടുക്കാൻ നമ്മുടെ പരിമിതി വെച്ചിട്ട്. ഇപ്പം നമുക്ക് കുറച്ച് ഇൻകം കുറവാണ്, അപ്പം അമ്മ വലിയ വലിയ കാര്യങ്ങളെ പറയാൻ നമുക്ക് പറ്റില്ല. അമ്മയ്ക്ക് അറിയാം. ചിലപ്പോൾ അമ്മയ്ക്ക് ചെറിയൊരു കാര്യമായിരിക്കാം. പിന്നെ നമ്മുടെ ഷുഗറിൻ്റെ കേസും കുറച്ചൊരു പ്രായമാകുമ്പോൾ ഒരു വിധം ഓരോരുത്തർക്ക് ഉണ്ടാവും. അപ്പം അതിലുള്ള സാധനം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ കൊച്ചുമക്കൾ അതിൽ വേണമെങ്കിൽ മിഠായി അവരുടെ കയ്യിലുണ്ട്. മക്കളെ ഒന്ന് നാടാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് അച്ഛമ്മ കഴിക്കാൻ പാടില്ല, അച്ഛമ്മയ്ക്ക് ഷുഗറാ. അപ്പൊ അമ്മമാരും അച്ഛന്മാരും എന്താ ചെയ്യാ, ചെറിയ കുട്ടികളെ സോപ്പിട്ട് വയ്ക്കും. എന്താ വെച്ചാൽ അവർക്കത് കഴിക്കാൻ ആഗ്രഹമാണ്. അതുകൊണ്ടാണ്. അപ്പൊ എത്രയും നമ്മളിതായ പൊതുവെ പ്രായമുള്ളവരെ എല്ലാവരെയും ബഹുമാനിക്കുക, ദൈവതുല്യം തന്നെ കാണുക. ദൈവത്തേക്കാൾ കൂടുതലാണ് ജനനിക്ക് സ്ഥാനം. ഭാരത് മാത ഞാൻ നേരത്തെ പറഞ്ഞു, അത് ആ അമ്മയുടെ സ്ഥാനം എടുക്കാൻ ലോകത്ത് പ്രപഞ്ചത്തിൽ ആർക്കും കഴിയുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ അമ്മയെ നമ്മൾ മറ്റുള്ളവരെ, വീട്ടിലുള്ളവരെ അമ്മയെ ശുശ്രൂഷിക്കുക, എല്ലാ ആവശ്യങ്ങളും അവരുടെ ചെയ്തു കൊടുക്കുക. നമ്മുടെ പരിമിതിയിൽ നമ്മൾക്ക് പറ്റുന്ന അനുസരിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും ഒരു വിഷമവും കൂടാതെ നല്ല മനസ്സോടുകൂടി ചെയ്യണം. മനസ്സിൽ പ്രാഗി കൊണ്ട് ചെയ്തു കൊടുക്കരുത്. അതിൻ്റെ ഗുണം നമുക്ക് കിട്ടില്ല. നമ്മൾ ഈ നല്ല പ്രവൃത്തി ചെയ്തു കൊടുത്താലേ അതിൻ്റെ ഗുണം നമുക്ക് തന്നെയാണ് കിട്ടുന്നത്, നമ്മുടെ അടുത്ത തലമുറകൾക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി അധികം നീട്ടുന്നില്ല. അന്ന് പ്രസാദോട്ട് വേഗം ആകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് ഇത്ര സമയം ഇന്നിവിടെ അനുവദിച്ചിട്ടുണ്ടോ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. പിന്നെ ഇനി ആർക്കെങ്കിലും കേൾക്കാൻ ആഗ്രഹമുണ്ട്, കമ്മിറ്റി മെമ്പേഴ്സ് അനുവദിക്കുന്ന പക്ഷം നാളെ ഇതുപോലെ സമയം നമുക്ക് കുറച്ച് ഫ്രീ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് പറയാൻ എനിക്ക് പെർമിഷൻ കിട്ടുന്ന പക്ഷം എന്നാൽ അറിയാവുന്ന കാര്യം ഇവിടെ പറഞ്ഞു തരാം. ഇതിപ്പോൾ നാളെ കൊച്ചു ഗുരുവായൂരപ്പൻ്റെ കഥകൾ, കണ്ണൻ്റെ ലീലകൾ, പിന്നെ പ്രഹ്ലാദൻ്റെ കഥ പറയാം, പിന്നെ പരീക്ഷിത് രാജാവിൻ്റെ കഥ, മുന്നിട്ട് ശാപം കിട്ടിയ കഥകളുണ്ട്, പിന്നെ കാളിയൻ്റെ ഗർഭം, കുബേരൻ്റെ ഗർഭം അടക്കിയ പോലെ കൃഷ്ണൻ ചെന്നിട്ട് മുൻഗണനായിട്ട് ചെയ്യുന്നത്, ഗോപികുമാരുടെ കഥയുണ്ട്, പിന്നെ ഹിരണ്യകശുവിൻ്റെ കഥകളുണ്ട്. അത് ഓരോതും ഓരോ രൂപത്തിലാണ്. പ്രഹ്ലാദൻ അനുസർകുലത്തിൽ ജനിച്ചെങ്കിലും അത് ഭക്തൻ ആയത് കാരണം അദ്ദേഹത്തിന് ഭക്തിഭാവമാണ് അവിടെ വരുന്നത്. കാളിയൻ്റെ ഗർവ് ശമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാൻ ഓരോരുത്തർക്കും എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ബ്രഹ്മാവ് ഒരിക്കൽ പശുക്കളെയും എല്ലാം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കട്ടുകൊണ്ടുപോയി കണ്ണനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പൊ കണ്ണൻ അതുപോലെ തന്നെ പുള്ളിയുള്ള പയ്യന്റെ പുള്ളി ഇതുണ്ടാക്കി, വെള്ളപ്പുള്ളി കറുപ്പ് പുള്ളിയുള്ള പശുക്കുട്ടിയെ അതുപോലെ നിർമ്മിച്ചു. എങ്ങനെയുണ്ട് അതുപോലെ നിർമ്മിച്ചു, അതുപോലെ. അവസാനം ഭഗവാൻ തോറ്റു. ഭഗവാൻ അന്ന് വാക്ക് പറഞ്ഞിട്ട് എൻ്റെ കണ്ണ എൻ്റെ ആൾക്കാരെ തിരിച്ചു കൊണ്ടുപോകുന്നായി. ഇപ്പൊ ഇവിടെ സൃഷ്ടിക്കുകയാണല്ലോ ഇങ്ങനെ. പിന്നെ ചെറിയ തരത്തില് പർവ്വതത്തെ പൊക്കി നിർത്തിയത്, എത്ര കഥകളുണ്ട്. രാധയുടെ ഭാവം സ്നേഹഭാവമാണ്. ഇവിടെ സ്നേഹമഹൽ എന്ന് പറഞ്ഞ് വെള്ള മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയ അമ്പലം കണ്ണൻ്റെ ഉണ്ട്. അത് സ്നേഹ ഭാവം അതിലാണ്. രുക്മിണിയാണ് പ്രീതമേടുത്ത് വന്നിരിക്കുന്നത്, ലക്ഷ്മി ദേവിയുടെ അത് വരുന്നുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ. പിന്നെ നമ്മൾ പറയും എത്ര 18,000 ഭാര്യമാര്, അതങ്ങനെയല്ല. ഈ രാക്ഷസന്മാർ പിടിച്ചു കൊണ്ടുപോയി കാരാഗൃഹത്തിൽ അടച്ചു പൂട്ടിയിരിക്കുന്ന ആ സ്ത്രീകളെ എല്ലാം അവിടുന്ന് രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. ശരിക്കും അർത്ഥം മനസ്സിലാക്കാതെ ഓരോരുത്തരോരോന്ന് പറയും, നമ്മൾ ശ്രദ്ധിക്കാൻ പോവില്ല. ശരിക്കും കഥകൾ അങ്ങനെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരെ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത്ര ദിവസം ഞങ്ങൾ വേറെടുത്ത് താമസിച്ചത് ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങളെ സ്വീകരിക്കില്ല. അപ്പം ഭഗവാൻ അവർക്കെല്ലാം ഓരോ വീടുകൾ ഉണ്ടാക്കി കൊടുത്ത് അവരെല്ലാം അവരെ സംരക്ഷിക്കുകയാണ് ചെയ്തേക്കുന്നത്. ആബലകളായ സ്ത്രീകൾ എവിടെ പോകും, അവരെല്ലാം സംരക്ഷിക്കുകയാണ് ചെയ്തത്. അതാണ് അത്രയും കഥ. ഞാൻ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. പപ്പടത്തിൻ്റെ ഒക്കെ മണം വരുന്നുണ്ട്, ജഡരാഗ്നി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ തൽക്കാലം സ്തുതികളെല്ലാം ചൊല്ലി നിർത്താം. പിന്നെ 1-2 അനൗൺസ്മെന്റ് എനിക്ക് പറയാനുണ്ട്. ആരും എണീറ്റ് പോകരുത്. ഇപ്പൊ ഞാൻ നാമം ചൊല്ലി സ്വസ്തി മന്ത്രം ശാന്തി മന്ത്രം ചൊല്ലിയതിന് ശേഷം ഇവിടെ ഈ ഇരിക്കുന്ന